അല്ല പേര് അമ്മാമാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അച്ഛൻ മരിച്ചതിന്റെ ഒരു സങ്കടത്തിൽ ഓരോന്നിങ്ങനെ പറയണം. ഞാൻ മിനിയാന്ന് കൂടെ വന്നിരുന്നു, അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല പ്രശ്നം. ഒരു കുഴപ്പമുണ്ടായില്ല രാഘവേട്ടാ. രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണ്. അതല്ലേ പിന്നെ ആഗ്രഹം സാധിച്ചു. ഞങ്ങളെല്ലാം കേട്ടാ. ഈ മരിച്ച ആളുടെ മക്കളാരെങ്കിലും? സത്യം മോനാണോ? നമസ്കാരം സർ. സർ ഒറ്റ മിനിറ്റ്. സർ എൻ്റെ പേര് മൊയ്തു. ഞാൻ വി ഹെൽപ്പ് എന്ന് പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സർ. സാറിൻ്റെ സിസ്റ്റർ പ്രിയങ്ക ദുബായിലുണ്ടല്ലോ. പ്രിയങ്കയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വി ഹെൽപ്പിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വി ഹെൽപ്പ് എന്നാണ് ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ പേര്. അതെന്താ? അത് ഞങ്ങൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. സാർ ഒന്നും അറിയണ്ട. നമുക്കിവിടെ ഒരു പന്തൽ കിട്ടണം സാർ. പന്തൽ നിർബന്ധമാണ്, കാരണം ജസ്റ്റ് ചാൻസ് ഫോർ റെയിൻ. മഴ പെയ്യും. ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ വരിക, അതിന് വിഷയമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേണ്ട സാർ. ബോഡിയുടെ അടുത്ത് 2 പേര് ഇരുന്ന് കരയുന്നുള്ളൂ. വളരെ മോശമാണ് ആളുകളൊക്കെ വന്ന് കാണുമ്പോഴേ. അപ്പോൾ കുറച്ച് പേരും കൂടി നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം. അത് നമ്മുടെ ഏജൻസി ഉണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെത്തും. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഈ വീട് ആർക്കും അറിയില്ല സാർ. മരണവിവരം പലരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പോസ്റ്റേഴ്സും കുറച്ച് ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് അറിഞ്ഞറിഞ്ഞ് വരാൻ സാധിക്കും ഇങ്ങോട്ട് സാർ. പിന്നെ ഈ മരണ വീടാകുമ്പോഴേ ഇപ്പം നാളെ മറ്റന്നാളൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ടീ, സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട സാർ. ഇവിടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. വെജിറ്റബിൾ ഭക്ഷണം കൊടുക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ സഞ്ചയനത്തിൻ്റെ സഞ്ചയനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. സാർ ഒന്നും അറിയണ്ട സാർ. ആ സമയത്ത് കൊണ്ട് പോയാൽ മാത്രം മതി. അടിയന്തരത്തിന് എത്ര പേരുണ്ടാവുമെന്ന് നേരത്തെ പറയണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണമല്ലോ. 41 ഞങ്ങൾ ഏറ്റെടുക്കും. അത് ഗംഭീരമാക്കണം. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ആ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയണം. പിന്നെ ആണ്ടിന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ വീണ്ടും വന്നിട്ട് ആണ്ടിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കാം. അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം സാർ. വളരെ ഇപ്പോൾ എല്ലാം വളരെ ചീപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ മൊബൈൽ മോർച്ചറി എന്ന് പറയുന്നത് പെർ ഡേ 10,000 റുപ്പീസ് വരുള്ളൂ. നിന്റെ പേരെന്താ? പേര് മൊയ്തു സാർ. മൊയ്തു. എടാ, നീ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളല്ലേ? അതെ. അല്ലേ? ഒരു കോമൺ സെൻസ് വേണ്ടേ? എടാ, അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനാണ്. മരിച്ചു കിടക്കുന്ന ഒരാളുടെ മകനോടാണ് നീ സംസാരിക്കുന്നത്. അറിയാം സാർ. സാറിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്റെ വികാരം നീ എന്താ മനസ്സിലാക്കിയത്? അല്ല സാർ, ഇതൊന്നും അറിയണ്ട. നീ എന്റെ വികാരം എന്താ മനസ്സിലാക്കിയത്? സാർ വെറുതെ നിന്നാ മതി സാർ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളെന്ന് പറയും. ഇനി നീ ഒരു അക്ഷരം വേണ്ടി നിന്റെ അക്കൗണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും. സോറി സാർ. മറ്റു ബ്രദേഴ്സ് അവിടെ എവിടെയും പോയിരിക്കും. ഓക്കെ. എന്തോ പറയുന്നു? ഈവന്റ് മാനേജ്മെന്റ് എത്ര ഔചിത്യബോധമില്ല. ഹലോ, വി ഹെൽപ്പ് മൊയ്തു. പിന്നെ വിളിക്കേ, കുറച്ച് മിനിറ്റ് വിളിക്കൂ. കുറച്ച് മിനിറ്റ് സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം സാർ. സാർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കാർഡിലേക്ക് വിളിച്ചാൽ മതി. നമ്പർ ഉണ്ട്. അല്ലല്ല, നീ എവിടെ ഇരിക്കും? അല്ല സാർ, വിളിച്ചാൽ മതി. എന്താ ഞാൻ പൊക്കോളാം സാർ. പിന്നെ പെങ്ങള് പറഞ്ഞിട്ട് വന്നതല്ലേ? അതെ. ഇരിക്ക്, സംസാരിക്കാണ്ട്. ഇത് കഴിയട്ടെ. ശരി സാർ. സത്യടാ, മന്മഥനമാവൻ വിളിക്കണ്ടോന്ന് സംസാരിക്കണമെന്ന് ചേട്ടനോട് എന്തോ പറയണമെന്ന് പറയണ്ട. നീ സംസാരിച്ചോ? ഞാൻ രാവിലെ തൊട്ട് സംസാരിക്കണ്ട്. ചേട്ടനൊന്നും അങ്ങോട്ട് ചെല്ല, അല്ലെങ്കിൽ അച്ഛനെ എടുപ്പിക്കൂലായിരുന്നു. സാർ, ആ മാമനെ വേണമെങ്കിൽ ഞാൻ ഡീൽ ചെയ്യും സാർ. എന്റെ സോറി സാർ. പിന്നെ ഞാൻ ഈ സഞ്ചാന്യത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്താന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. നമ്മുടെ ഒരു ആചാരപ്രകാരം 3, 5 അല്ലെങ്കിൽ 7
അപ്പൊ ഈ 3 എന്ന് പറയുമ്പോൾ എടുപിടി എന്നുള്ള ഇതായി പോകും, പെട്ടെന്നായി പോകും. അത് വേണ്ട. അപ്പൊ നമുക്ക് 5 വെള്ളിയാഴ്ചയായി, അത് വേണ്ട, അത് പോയി. പിന്നെ നോക്കിട്ട് 7 ഞായറാഴ്ച, അതാ നല്ലത്. അപ്പൊ ഞായറാഴ്ചത്തേക്ക് അങ്ങ് തീരുമാനിക്കാം സഞ്ചാരി. അല്ല അതിപ്പോ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പോരെ. എന്താ സത്യ? അതെ സത്യ. എന്താ വെച്ച് കഴിഞ്ഞാല് ചെയ്ത കത്തി തീർന്നതിന് മുമ്പ് തന്നെ കാർഡ് ആൾക്കാരുടെ കയ്യിലും കൊടുത്ത ഒരു അറിയിപ്പ് പിന്നെ അതിന് വിളിക്കാനായിട്ട് നടക്കണം. എന്താ കാര്യം? അല്ല ഈ സഞ്ചയനത്തിന്റെ കാര്യം. അപ്പൊ അതിനോടൊന്നും പറഞ്ഞില്ല. അല്ല മോൻ പറയാ 3 ആയിക്കൂടെ എന്ന് ചോദിക്കാം. 3 ഏയ് 3 അല്ല, 7 സത്യ ഞായറാഴ്ച. 5 അതിന്റെ ശരി. 5 വെള്ളിയാഴ്ചയാണ്. ദോഷമാണ്, മോശമാണ്, കൊള്ളില്ല അത്. എന്തിനാ ഈ ആഴ്ചയും ദിവസം നോക്കണം? മരിച്ചിട്ട് 5ന്റെ അന്ന് എന്താഴ്ച വെച്ചാൽ അന്ന് അതാണ് ചെയ്യാ. അതിന് കുഴപ്പമില്ല. അതിനെന്താ കുഴപ്പം? അല്ല ഇയാൾക്ക് ഇപ്പൊ എന്താണ് അളിയന്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഇഡലി എന്നുള്ള കൊതിയ? ഇയാൾ എന്ത് വിടുവായത്തരൊക്കെ ഈ പറഞ്ഞത്? ഒരു കാര്യം ആവശ്യമില്ലാത്ത കാര്യം ആൾക്കാർ മരിച്ചു കിടക്കുമ്പോ. അമ്മാവേ ഞാൻ ഒരു കാര്യം പറയട്ടെ. സഞ്ചയനത്തിന്റെ കാര്യം ഏത് ഡേറ്റാ വേണ്ടത് എന്നുള്ളത് 2 അമ്മമാരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം അത് പറഞ്ഞാൽ മതി. ഞങ്ങൾ രണ്ടാളും കൂടിട്ടോ. അപ്പൊ സഞ്ചയനം വേണ്ടേ? ഇനി ആരും വരാനില്ലല്ലോ. ഇല്ല പിന്നെ താമസമൊന്നുമില്ല. ഇല്ല. ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ചേട്ടാ, കർമ്മി എത്തി നമുക്ക് കാര്യങ്ങളങ്ങോട്ട് നീക്കല്ലേ അമ്മാവ. എന്നാ പിന്നെ അമ്മാവാ കർമ്മി പറയുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ നടത്തുക. അത് മതിയല്ലോ. അതാണല്ലോ വേണ്ടത്. അത് മതി. എന്നാ പിന്നെ എന്നാലേ ആൺമക്കളും പേരക്കുട്ടികളൊക്കെ വേഗം പോയിട്ട് കുളിച്ച് എറണോടെ വരിക, ബോഡി എടുക്കാം. എന്തിനാ അത് കുളിക്കണപ്പോ? ബോഡി എടുക്കണേന് കുളിക്കണം എന്തിനാ? ഈ കർമ്മി പറഞ്ഞത് കേട്ടില്ലേ, കുളിച്ച് ശുദ്ധിയായിട്ട് ബോഡി തൊടാൻ പാടുള്ളൂ. അതാരാ പറഞ്ഞേ? അല്ല അങ്ങനെയാണ് പൊതുവെ നമ്മള്. പൊതുവെ അങ്ങനെയല്ല. ബോഡി എടുത്തിട്ട് ശുദ്ധി വരുത്തിയതിന് ശേഷം ശുദ്ധി വരുത്തിയ ആൾക്കാരും മറ്റേ ആളുകളൊക്കെ കുളിക്കുക. അങ്ങനെയാണ്. ഇയാൾ എന്താ ഈ പറയണത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാറില്ലേ? അതുപോലെ കുളിച്ച് ശുദ്ധിയായിട്ട് വന്നേ. ആത്മാവ് പോയ ശരീരം അത് ജഡായി കഴിഞ്ഞു. അത് ഇനി കുളിപ്പിച്ച് വൃത്തിയാക്കുന്നവരെ നമ്മൾ കുളിക്കേണ്ട കാര്യമില്ല. അത് കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ശുദ്ധിയാവേണ്ടത്. അതായത് ശരി. സത്യ കുളിക്കാതെ ഇതിൽ തുടരുത്. കുളിക്കാതെ ബോഡി തൊട്ടാ ബോഡി അശുദ്ധാവും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും? അതെ, എന്റെ ഇവിടെ കർമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ, ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കാം. എനിക്ക് വേറെ പണിയുണ്ട്. മക്കളെ, അമ്മാവൻ പറഞ്ഞത് ഇതുവരെയുള്ള നാട്ടു നടപ്പാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ സ്ട്രെച്ച് ചെയ്തോട്ടോ, അല്ലാതെ എനിക്ക് വിരോധമില്ല. സത്യ അങ്ങനെയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഇയാളെ കൊണ്ടൊക്കെ ജയിക്കും. നാട്ടടപ്പ് എങ്ങനെ വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. അമ്മാവൻ പറഞ്ഞ പോലെ ചെയ്യാന്ന് അമ്മാവൻ പറഞ്ഞതല്ലേ അമ്മാവാ? ആദ്യം ഈ അമ്മാവൻ പറഞ്ഞ പോലെ കുളിക്കാതെ നമുക്ക് ബോഡി എടുക്കാം. എന്നിട്ട് ഈ അമ്മാവൻ പറഞ്ഞ പോലെ കുളിച്ചു വന്നിട്ട് ബോഡി ശുദ്ധാക്കാം. ആദ്യം ബോഡി എടുക്കാം. കുളിപ്പിക്കല് കഴിഞ്ഞിട്ട് ശുദ്ധി ആവണം നമ്മളെ. ഞാനിപ്പോഴും പറയാ നടുവിൽ പിടിക്കും. ആരും അനുസരിക്കണ്ട. എന്തൊക്കെ ദോഷം വന്നാലും അതിന്റെ ഉത്തരവാദി അയാളായിരിക്കും കേട്ടോ. നോക്കി ഇറക്കിട്ടോ മോനെ. ആരെങ്കിലും ഒരാളെ നിലവിളക്ക് എടുത്തിട്ട് അങ്ങോട്ട് വരാം. വിളക്ക് വെക്കാൻ വരട്ടെ. ബോഡി വെക്കട്ടെ. സത്യ തല വടക്ക്. വടക്കല്ലടാ, തെക്കോട്ടേക്ക് നോക്കി. എന്താ പറയണത്? സത്യ തല വടക്ക്. എടാ, എന്താ സർക്കസ് കളിക്കണേ നിങ്ങൾ? തെക്ക് ഭാഗത്തേക്കല്ലേ തല വെക്കുക? എന്താ ഈ കാണിക്കുന്നത്? അതെ 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 അതെ, തല വടക്ക് വെച്ചില്ലെങ്കിൽ ആത്മാവിന് മോശം കിട്ടില്ല. മക്കളെ പറയണത് കേൾക്കണ നിങ്ങള്. എന്താ തെക്ക് ഭാഗത്തേക്ക് തല വെക്കുക? അതെ,
അറിവുള്ളവർ പറയുന്ന എന്തെങ്കിലും ഒന്ന് അനുസരിക്കും സത്യം. ഒരു കാര്യം ചെയ്താ അത് അങ്ങ് കിടത്തിക്ക് വെച്ച്. നിങ്ങൾ മാറേ ഇത് പറയരുത്. എവിടെ വിളക്കം ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഇത്ര തന്നെ ഉദ്ദേശം. അമ്മ അതിന് ഒരു അക്ഷരങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ വന്നപ്പോ തുടങ്ങിയാണല്ലോ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കല്. ഇതെന്താ കല്യാണ വീടാണോ? ഒരു മരിച്ച വെറുതെ എന്നെ കൂടി പറയരുത്. നിങ്ങള് നീ ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. സത്യേട്ടാ ഇതൊരു മരണ വീടാണ്. അപ്പൊ ഇവര് പറഞ്ഞോണ്ട് കേൾക്കണേ. മരിച്ചു കിടക്കണ നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളെ മക്കൾ എന്താ വെച്ചാൽ തീരുമാനിച്ചാ മതി. പ്യാരിയെ ആ ഹെൽപ്പ് മൊയ്തുണ്ട് അവിടെ. ആ മൊയ്തിനെ വിളിക്കുക. ഇതൊരു കാര്യങ്ങൾ ചെയ്യാൻ പറയാം. അല്ല നല്ലത് മതി വിളിക്കേട്ടാ. മൊയ്തു മൊയ്തോ ആ ഒന്നു വന്നേ. പെണ്ണുങ്ങള് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാലായി. അത് മാറിക്കാണ് കുറച്ചുകൂടെ മാറി. മൊയ്തോ ഞങ്ങളുടെ അച്ഛനാണ്. അച്ഛൻ മരിച്ചു. എന്താ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? സർ ആക്ച്വലി തല വടക്കോട്ടാണ് വേണ്ടത്. വെറുതെ ആചാരം ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഇതുവരെ ചെയ്തതെല്ലാം ശരിയാണ്. ഇനി ഇവിടുന്ന് എന്താ വേണ്ടത് അത് പറ. സർ ഓരോ ദേശത്തും ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ്. ഇവിടെ മക്കളുടെ ആഗ്രഹത്തിനാണ് കൂടുതലും ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദഹിപ്പിക്കണോ അല്ലെങ്കിൽ മറവ് ചെയ്യണോ എന്ന് മക്കൾ തീരുമാനിക്കും. നമ്മൾ ദഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലേ, അതുപോലെ നടക്കട്ടെ അല്ലേ? അതുപോലെ മതി. ദഹിപ്പിക്കല്ലേ ഓ ടെമിറ്റ സർ. ഹലോ സഹദേവൻ, ഒരു ബോഡി വരുന്നുണ്ട്, ദഹിപ്പിക്കാനാണേ. അളിയാ ഇനിയിപ്പോ കുട്ടികളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ? അളിയും പോയില്ലേ, ഇനി നമ്മുടെ വാക്കിന് എന്താവല്ല. ന്യായം മായം മറിമായം.